30കളെയും 40കളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഓൺലി അബൌട്ട് എത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വിവാഹത്തെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ പോലും 30കളിലോ 30കളിലെ അവസാനത്തിലോ ഒക്കെയാണ്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ്, ദോ ഇറ്റ്സ് നോട്ട് എ വെരി പ്രോഗ്രസീവ് തോട്ട്. അതായത് ഒരു ലേറ്റ് 20സിലെങ്കിലും വിവാഹം കഴിക്കുന്നത് നല്ലതാണ് എന്നാണോ ആസ് എ കോച്ച് പറയണത്? അതോ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എഗ്ഗ് ഏറ്റവും നന്നായിരിക്കുന്നത് നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ടൈം കിട്ടാൻ ടു കണക്ട്, അതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, മുമ്പ് പറയാറുണ്ട് 18 to 24 ആണ് ഏറ്റവും നല്ല സമയം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈയിടെ ഞാൻ പുതിയ ഇതിലൊക്കെ കാണുമ്പോൾ ഏജ് അത്ര വലിയ മാറ്റർ അല്ല എന്ന് പറയുന്നുമുണ്ട്. ഓക്കെ. അപ്പം പിന്നെ ചില ആൾക്കാർ എഗ്ഗ് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മളുടെ ചോയ്സാണ്. ഇപ്പം നമുക്ക് അതിനുള്ള പൈസയും അതിനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പ്രസവിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പ്രസവിക്കാം. ഇനി അപ്പോൾ ഇപ്പം എനിക്ക് വേണ്ട, പിന്നെ മതിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നത്തേക്കത് വെക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം എന്തൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് പോലും ചെയ്യാം. എന്ത് വേണമെങ്കിലും. ഞാൻ നമ്മുടെ ഒരു മെൻ്റൽ സിറ്റുവേഷനും കൂടി ആലോചിച്ചേ. ആസ് നമ്മളൊരു കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടീനെ, ആസ് ഇൻ ബ്രെയിൻ ഫോഗായി ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഒരു കുട്ടീനെ വളർത്തുന്നതിനെക്കാട്ടിലും നമ്മൾ അഡോപ്റ്റ് ചെയ്താലും എഗ്ഗ് ഫ്രീസ് ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ എഫേർട്ട് അതിലുണ്ടല്ലോ. ഞാൻ അതുകൊണ്ടും കൂടെ ചോദിക്കുന്നതാണ്, ആസ് ഇൻ ഇത്രയും ബഹളം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പേ അത് തീർക്കുന്നതാണ് നല്ലത് എന്ന് ആസ് എ തെറാപ്പിസ്റ്റ് തോന്നുന്നുണ്ടോ എന്ന്. സത്യം പറയാലോ, ശരി, ഒരു കുട്ടീനെ വളർത്താൻ നമ്മൾ ഒറ്റയ്ക്ക് പോരാ. ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ കിഡ് എന്നാണ് പറയുക. നമ്മൾ പക്ഷെ വിചാരിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് വളർത്തണം, എന്നാലും മാത്രമേ കുട്ടിയുടെ സ്വഭാവം നന്നാവുള്ളൂ. കുറേ ആൾക്കാർ കൈയിട്ടാൽ മോശമാവുന്നതാണ് നമ്മൾ പൊതുവെ പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ ആരെയും സമ്മതിക്കില്ല, ഗ്രാൻഡ് പാരൻസിനെ പോലും സമ്മതിക്കില്ല, നമ്മൾ മാത്രം വളർത്തും. ഞാൻ എല്ലാ പുസ്തകങ്ങളും എല്ലാ റിസർച്ചും നോക്കിയിട്ട് ഞാൻ ഏറ്റവും നന്നായിട്ട് വളർത്തും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. വിച്ച് ഈസ് എക്സോസ്റ്റിംഗ്. Okay. Which is exhausting. For us. And not good for the kid also. Not good for the kid also. For us it is very exhausting. പിന്നെ please ask for help. Okay. നമ്മൾ ഇപ്പം എത്ര ബുദ്ധിമുട്ടുള്ള സമയത്ത് വേണമെങ്കിലും നമുക്ക് കുട്ടികളെ വളർത്താം. മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഒരു കുട്ടീനെ വളർത്തുക എന്നുള്ളത് എൻ്റെ എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ആണോ അത്ര തന്നെ റെസ്പോൺസിബിലിറ്റി ആ കുട്ടീൻ്റെ അച്ഛനും ഉണ്ട്. പിന്നെ നമ്മളോട് കുട്ടികളെ വേണമെന്ന് നമുക്ക് ചുറ്റും ഇരുന്ന് പറയുന്ന ഗ്രാൻഡ് പാരൻസിനും ഉണ്ട്. നമ്മൾ റെഡിയല്ല എന്ന് പറയുമ്പോൾ നമ്മളോട് അതൊന്നും പ്രശ്നമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ സഹായിക്കാമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഒബ്ലൈസ്ഡ് ടു ഡു. അവർ ആ കാര്യം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പറയരുത്. അപ്പൊ പറയുമ്പോൾ ഇനി സൂക്ഷിക്കണം. അതെ, പറയുമ്പോൾ സൂക്ഷിക്കണം. അപ്പം നമുക്ക് അവരോടൊക്കെ സഹായം ചോദിക്കാം. ചുറ്റുമുള്ള പിന്നെ ഈ നമ്മുടെ സഹോദരിമാർ, ഹസ്ബൻഡിൻ്റെ ബന്ധുക്കൾ, നമ്മുടെ അമ്മ, നമ്മളുടെ ബാക്കി സഹോദരന്മാർ, ഇവരെല്ലാവരും കൂടി ഒരു കുട്ടീനെ വളർത്തുമ്പോഴാണ് ആ കുട്ടി നല്ല മോറൽസും നല്ല വാല്യൂസും ഒക്കെ ഉള്ള ഒരു കുട്ടിയായിട്ട് വളരുക. ഒറ്റയ്ക്ക് വളർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി പാരൻറ്റിങ്ങിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കെൻ്റെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവർക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ ബോഡിയിലുള്ള ചേഞ്ചസും ഉണ്ട്, നമ്മളെ ഹോർമോൺസുള്ള ചേഞ്ചസും ഉണ്ട്. ആൻഡ് യൂഷ്വലി തന്നെ നമുക്ക് ഈവൻ PMS ആണെങ്കിലും ഹസ്ബൻഡിനേക്കാളും മുന്നേ ഒരു പക്ഷേ നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ മേ ബി സോഷ്യലി അക്സെപ്റ്റബിൾ ആണെന്ന് നമുക്ക് തോന്നിയത് കൊണ്ടോ, അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ പറ്റുമല്ലോ എന്ന് തോന്നുന്നതുകൊണ്ട്, എന്തുകൊണ്ടോ നമ്മുടെ ദേഷ്യമൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമുക്ക് ആദ്യം ഗിൽട്ട് തോന്നുന്നൊക്കെ അവരുടെ അടുത്തായിരിക്കും. ആൻഡ് നമുക്ക് തോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവർക്കത് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു എന്ന് ആ മൊമെൻറ്റിൽ നമുക്ക് തോന്നും. അത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക? സോഷ്യലി അക്സെപ്റ്റബിൾ ഇത് ആയതുകൊണ്ടൊന്നും അല്ല നമ്മൾ കുട്ടികളുടെ മുകളിൽ ഇത് തിരിച്ചു കിട്ടൂല എന്നുള്ളത് കൊണ്ടോ?
ബാക്കി ആർക്ക് കൊടുത്താലും തിരിച്ചിട്ടും ഇവറ്റകള് പാവങ്ങള് ഫ്രീസായിട്ട് പേടിച്ചിട്ടാകെ കൂടി എന്ത് ചെയ്യണം അറിയാണ്ട് ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ നിൽക്കണം, ഉറങ്ങണം, കിടക്കണം. അപ്പൊ നമ്മളില്ലാണ്ട് അവർക്ക് പറ്റാത്തത് കൊണ്ട് പാവങ്ങള് മിണ്ടാണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മള് കുതിര കയറുന്നത് നമ്മുടെ കുട്ടികളുടെ മുമ്പിലാണ്, അവരുടെ അടുത്താണ്. പക്ഷെ സംഭവം എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് പണിയെടുത്തിട്ട് ഉള്ള കെയർ ഗിവിങ്ങും എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ സ്ത്രീകൾക്കാണെങ്കിൽ പണി കുറച്ച് കൂടുതൽ വേണം. ഇമോഷണലിയും ഫിസിക്കലിയും എല്ലാ ബേർഡനും അവരെ തലയിൽ തന്നെയാണ്. പുറത്തുള്ള ജോലിയും വീട്ടിനകത്തുള്ള ജോലിയും എല്ലാം ചിലപ്പം സ്ത്രീകൾ തന്നെ ചെയ്യേണ്ടി വരുന്നു. പുരുഷന്മാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഹെൽപ്പ് എന്നാണ് പേര്, റെസ്പോൺസിബിലിറ്റി എന്നല്ല. അതൊന്ന് ആലോചിച്ച് വെക്കണം. അപ്പോൾ ആക്ച്വലി അത് ഹെൽപ്പില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു കാര്യം പറയാം ഞാൻ. പല പുരുഷന്മാരുടെയും വിചാരം അവരുടെ വീട്ടിലെന്തോ മാജിക് നടക്കുന്നുണ്ടെന്നാണ്. ലൈക്ക് അവരിങ്ങനെ പാത്രങ്ങൾ അവിടെ വെച്ചിട്ട് പോകുന്നു, തുണി കഴുകാൻ അവിടെ കടൽ കളഞ്ഞിട്ട് പോകുന്നു, ബാത്റൂം വൃത്തികേടാക്കിയിട്ട് പോകുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ എല്ലാം നല്ല മാജിക്. മാജിക് ഇൻവിസിബിൾ ആണ്. ഇൻവിസിബിൾ വർക്ക് ലോഡും വിസിബിൾ ആയിട്ടുള്ള വർക്കും ഇൻവിസിബിൾ ആയിട്ടുള്ള പ്ലാനിങ്ങും. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, കുട്ടീൻ്റെ അസൈൻമെൻറ്റ്സ് ചെയ്യണം, തുണി കഴുകുക എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്പ് പ്രോസസ്സാണെന്നാണ് ഷിബില വിചാരിക്കുന്നത്. അതെ, എനിക്കറിയാം. 8 സ്റ്റെപ്പ് പ്രോസസ്സാണ് തുണി കഴുകുക എന്നുള്ളത്. ഈ തുണി ഒരു റൂമിലുള്ളത് എടുത്തു കൊണ്ടുവരിക, അതിന് സെപ്പറേറ്റ് സോർട്ട് ചെയ്യുക, ലൈറ്റ് വേറെ വൈറ്റ് വേറെ ഡാർക്ക് വേറെ ആക്കുക, ഓരോന്നിനെയും കഴുകുക, അതിനത് ബക്കറ്റിലെടുത്തിടുക, കൊണ്ടുപോയി ആറിയിടുക, ആറിയിട്ടെടുത്തുനിന്ന് എടുത്തുകൊണ്ട് വരിക, പിന്നെ മടുക്കുക, ഓരോരുത്തരുടെ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ കഴിയുമ്പോൾ പണി എത്രയായി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നില്ല എങ്കിലും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് പണിയാണെന്ന് വിചാരിക്കും. അതേസമയം ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഇതൊക്കെ തീർത്തിട്ടൊന്ന് ഇറങ്ങി ഓടിയാൽ മതിയെന്നും നമ്മൾ വിചാരിക്കാറുണ്ട്. എന്തൊരു ക്ഷീണമാണ് നമ്മളുടെ ഒരു അവസ്ഥ എന്നാലോചിച്ച് നോക്കിയാൽ. ആസ് എ പാരൻറ്റ് എങ്ങനെയാണ് മദർഹുഡ് ചേഞ്ച് ആവുക വെൻ ഓൾ ദിസ് ഹാപ്പൻസ്? ഈ ഓർക്കല്ലായ്മ, നമ്മുടെ മൂഡ് സ്വിങ്സ്, നമുക്ക് ഹോട്ട് ഫ്ലാഷസ്, ബ്രെയിൻ ഫോഗ്, ഇതൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ മദർഹുഡ് എന്നുള്ള ഇത് ചേഞ്ച് ആവുക? നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറ്. ലൈക്ക് ഇപ്പം ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയാണ്, ഞാൻ ഭാര്യയാണ്, ഞാൻ സിസ്റ്ററാണ്, ഞാൻ മകളാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് ഇന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യണത്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എൻജിനീയറാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം ഞാൻ എന്താണെന്നുള്ളത് പല മനുഷ്യർക്കും അറിയില്ല. ലൈക്ക് നമ്മളുടെ പൊസിഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ കടമകളിലോ അങ്ങനെയൊക്കെ നമ്മളെ തന്നെ കെട്ടിയിടുന്നൊരവസ്ഥയുണ്ടാവും. എനിക്ക് എന്താണ് ഇഷ്ടം, ഞാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തിട്ട് എത്ര കാലമായി എന്നൊക്കെ ചിന്തിക്കാൻ പോലും പല മനുഷ്യനും സമയം ഉണ്ടാവില്ല ഈ മദർഹുഡിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ മദർഹുഡ് എങ്ങനെ ചേഞ്ച് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ചിലപ്പോൾ യെല്ല് ചെയ്യാനും ബഹളം വയ്ക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. അതായത് നമ്മൾ 40s എത്തുന്ന സമയത്താണ് നമ്മളെ കുട്ടികൾ ടീനേജിലെത്തുക. അപ്പോൾ ടീനേജിൻ്റെ ഹോർമോണൽ ചേഞ്ച് അവിടെ ഈ പെരിമെനോപ്പോസ് നമ്മളെ എങ്ങനെ ഹിറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് ടീനേജ് കുട്ടികളെ ഹിറ്റ് ചെയ്യുക. പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവർക്കും ഹോർമോൺസിൻ്റെ ഒരു കളിയാണ് അവരുടെ. ശബ്ദം മാറുന്നു, ബോഡി ചേഞ്ച് ആവുന്നു, ബോഡിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു, ബോഡീൻ്റെ കളറ് മാറുന്നു, ഷേപ്പ് മാറുന്നു, പെൽവിക് ഏരിയ വലുതാവുന്നു, ചെസ്റ്റ് വൈഡൻ ആവുന്നു, പിന്നെ അവരുടെ ജെനിറ്റാൽ ഓർഗൻസിന് ഡിഫറൻസസ് വരുന്നു, പ്യൂബിക് ഹെയർ ഉണ്ടാവുന്നു. ഇതെല്ലാം കൂടിയിട്ട് കുട്ടികൾക്ക് അതിനോടൊപ്പം ആൺകുട്ടികൾക്ക് നോക്ടേണൽ എമിഷൻസും പെൺകുട്ടികൾക്ക് പീരീഡ്സും. ഇത് എല്ലാം കൂടി വരുന്നത് അവർക്ക് എത്രമാത്രം അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ അത്രമാത്രം നമുക്കിവിടെ ബുദ്ധിമുട്ട്. അപ്പോൾ 2 ഭാഗത്തെ യുദ്ധമാണ്. ഒരാൾക്ക് ഒരാളെ സഹിക്കാൻ പറ്റില്ല, മറ്റേയാൾക്ക് മറ്റേയാളെ സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് കുറച്ച് സമാധാനമുള്ള അച്ഛനാണെങ്കിൽ
ഇവർ രണ്ടുപേരുടെയും പ്രശ്നം കാരണം ആ സമാധാനം പോയി കിട്ടും. അത് പോയി കിട്ടും. ഇത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടും മീഡിയ ഇത്രയധികം ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആയതുകൊണ്ടും മറ്റു മനുഷ്യർക്ക് അവെയർനെസ് കൊടുക്കുന്നത് കൊണ്ടും കുറച്ചെങ്കിലും ആൾക്കാർ അവെയർനെസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാത്ത സ്ഥലത്ത് ഇപ്പോഴും തല്ലും പിടിയും ബഹളവും തന്നെയാണ്. ടീനേജിലുള്ള മക്കളുള്ള സ്ഥലത്ത്, പെരിമെനപ്പോസിലൂടെ പോകുന്ന അമ്മമാരുള്ള സ്ഥലത്ത് വീട്ടിൽ അടി ഇടി ബഹളം, ദുഷ്മനാണ്. നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ച് ഇങ്ങനെ പെസിമിസ്റ്റിക് ആയിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. ആസ് എൻ ഒരു ഹോപ്പ്, അതായത് ഹോപ്പ്ലെസ്. അതിന് വേണ്ടിയേ അല്ല കേട്ടോ ഈ കോൺവെർസേഷൻ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എലോൺ. ഇതൊരുപാട് പേര് ഗോ ത്രൂ ചെയ്യുന്നൊരു കാര്യമാണെന്നും ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നുമാണ് നമ്മൾ പറയുന്നത്. ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് എടുക്കണം, ഹെൽപ്പ് ചോദിക്കണം, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആസ് എ പാരൻറ്റ് അല്ലെങ്കിൽ ആസ് എ വൈഫ് അല്ലെങ്കിൽ ആസ് എ ഡോട്ടർ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്ലോസ്ഡ് വൺസിനോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിനോടായിരിക്കും കൂട്ടത്തിൽ കുറച്ച് എളുപ്പം. ബിക്കോസ് ഒരുവിധം അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ ഗൂഗിളെങ്കിൽ ചെയ്ത് നോക്കുമായിരിക്കും. ആൻഡ് ഇപ്പം ഇങ്ങനെ ഇതൊരു എയറിലുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതാണ് കുറച്ച് ഈസി. അല്ലാതെ നമ്മൾ കുട്ടികളോടാണെങ്കിലും എത്ര വരെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ ഇങ്ങനെ തന്നെ? അതാണ് വിചാരിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കംപ്ലീറ്റ്ലി മറന്നു പോകുന്നു. നമ്മളുടെ അമ്മമാർക്കൊന്നും ഇപ്പോൾ ഈ ഗെറ്റ് ടുഗദറും സ്കൂളിൻ്റെ അലുമിനി മീറ്റും വന്നതിന് ശേഷം പിന്നെയും ഓക്കെയാണ്. പക്ഷെ അതിന് മുമ്പേ ഉള്ള ആൾക്കാർക്കൊന്നും ഒന്നും പറയാനൊരു സുഹൃത്ത് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ അലുമിനി മീറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ആൾക്കാരത്ര ക്ലോസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. പക്ഷെ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണം. ഹസ്ബൻഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സിസ്റ്റേഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കസിൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ അവരോടൊന്നും ചിലപ്പോൾ തുറന്ന് പറയില്ലായിരിക്കും. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടായാൽ തന്നെ കുറേയേറെ പിന്നെ ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടും. കാരണം അവരും സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അവരും അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എനിക്കും ഉണ്ടടാ, അപ്പോൾ നമുക്കതിന് ഇങ്ങനെ ചെയ്യാം എന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ക്ലാസ്സസ് എടുക്കണം ഇങ്ങനെയുള്ള. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്രകൾ പോകാം, പിന്നെ വാക്ക് ചെയ്യാം. ലൈക്ക് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഇമോഷൻസ് കുറേയൊക്കെ നന്നായിട്ട് പോകുന്നുള്ളതൊരു സത്യമാണ്. ജേണൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിക്കാം. പ്രെയർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. വെറുതെ ഇരിക്കാം. ഈ വെറുതെ ഇരിക്കുന്ന സമയത്തും പാട്ട് കേൾക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഇപ്പോഴത്തെ മനുഷ്യർക്ക് മൈൻഡ്ഫുൾ ആവാൻ അറിയില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ ചെയ്തോളി. ഒരു കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് പോഡ്കാസ്റ്റ് കേൾക്കും, കക്കൂസി പോകുന്ന സമയത്ത് റീൽസ് സ്ക്രോൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ മനുഷ്യർ ജീവിക്കുന്നുള്ളത്. അപ്പോൾ മൈൻഡ്ഫുൾ അല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫേസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും, നമ്മളെ തോട്ട്സിനെ നമ്മളെ ഫേസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ബി വെരി മൈൻഡ്ഫുൾ. പിന്നെ നമുക്ക് എങ്ങനെ നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരോട് പറയാമെന്ന് വെച്ചാൽ, നമ്മളെ ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണ്ടേ? നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ അയാളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും കൂടി നമ്മൾ അന്വേഷിക്കണം. ഓക്കെ. സെക്കൻഡ് തിങ്, ബ്ലെയിം ചെയ്യുന്നതിന് പകരം, കുറ്റപ്പെടുത്തുന്നതിന് പകരം, എനിക്ക് ഭയങ്കര വിഷമാണിത്, ഞാനിങ്ങനെ ഐ ഫീൽ വെരി എലോൺ എന്ന് നമുക്ക് പറയാം. ലൈക്ക് യു സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഐ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. എൻ്റെ സിറ്റുവേഷൻ അതാണ് പറയുക. പൊതുവേ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, നമ്മളെപ്പോഴും മറ്റു മനുഷ്യരോട് പറയും നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ടില്ല,
നിങ്ങൾ ഞാൻ പറയുന്നത് ഒരിക്കലും കേൾക്കാറില്ല, നിങ്ങൾ ഒരിക്കലും എന്നെ ഹെൽപ്പ് ചെയ്യാറില്ല, നിങ്ങൾ 3 നേരം തിന്നാനും ചായ ചായ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കി തരാനും ഒക്കെ നിൽക്കുന്ന ഒരാളായിട്ട് മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ എന്നാണ് നമ്മൾ പറയുക. അതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം, ലൈക്ക് ഐ ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുന്നു. അങ്ങനെ പറയുമ്പം അപ്പുറത്തിരിക്കുന്നയാൾക്ക് ഒരു തരി ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ ചോദിക്കും, എനിക്ക് എന്തേലും ചെയ്തു തരാൻ പറ്റുമോ മൂപ്പര് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പകുതി സങ്കടം തീർന്ന്. ഇനി അയാളൊന്നും ചെയ്തില്ലെങ്കിലും സാരില്ല. അപ്പോൾ അത് പറയേണ്ടത് ഇങ്ങനെയാണ്, മറ്റേയാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എൻ്റെ പെയിന് ഞാൻ പറയുക എന്നുള്ളതാണ്. പൊതുവെ സ്ത്രീകൾ ചെയ്യുന്നത് കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ ഒരിക്കലും ഇങ്ങനെ സമയം കിട്ടുന്ന സമയത്ത് വീട്ടിലേക്ക് വരില്ല. ഇവളെന്തായിരിക്കും പറയാന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും സമയം വൈകിട്ട് വീട്ടിൽ വരിക, അധിക സമയം സംസാരിക്കാനുള്ള വകുപ്പില്ലാതാക്കുക, ഒറ്റയ്ക്ക് മാത്രമാകുന്ന യാത്രകൾ പോവാതിരിക്കുക, വേറെ ആൾക്കാരെ കൂട്ടുക, ഇതൊക്കെ പുരുഷന്മാർ ചെയ്യാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടികളും ഉണ്ടെങ്കിൽ മാത്രം പോവുക, കുട്ടികൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രം കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ ചില മനുഷ്യർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്തോ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട്. എന്നോടൊപ്പം ഇയാൾ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പം ഞാനൊന്ന് മാറ്റി പറയാൻ പഠിക്കണം എന്ന് നമ്മളും കൂടിയാണ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റും മറ്റു മനുഷ്യരോട്. ഇപ്പോൾ അച്ഛനോടും അമ്മയോടാണെങ്കിൽ പോലും നമുക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് പറയുന്നതിന് പകരം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എംപത്തി നമ്മളോട് തോന്നും. അപ്പോൾ ആ എംപത്തിയുടെ പുറത്ത് അവർ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പം എനിക്ക് ഹെൽപ്പ് വേണമെന്ന് നമുക്ക് അവരോട് പറയാം. എനിക്കൊരു ഡോക്ടറെ കാണണമെന്ന് തോന്നുന്നു, എനിക്കൊരു തെറപ്പിസ്റ്റിനെ കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കൊരു 2 ദിവസം ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്നു എന്നൊക്കെ നമുക്ക് പറയാം.